നിഷാന്ത്, കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വരുന്ന സമയത്ത് ഇവിടെ ധാരാളം മീനെല്ലാം ഉണ്ടായിരുന്നല്ലോ എൻ്റെ കയ്യിൽ. ഇപ്പോൾ എന്താണെന്നും പരിപാടിയൊന്നും ഇല്ലേ? അത് പരിപാടി ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മണൽ വലിച്ചു കൊണ്ടുപോയിട്ട് തെക്കുന്ന ചെറിയ ഇളക്കം തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഇളക്കം ശരിക്കും ആയിട്ടില്ല. പക്ഷേ ഇളക്കം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ മണലുകളെല്ലാം കൊണ്ടുപോയി. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സൗകര്യമില്ല. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ നിരന്തരം പറയുന്നുണ്ട്, ഇവിടെ പുളിമുട്ടിൻ്റെ ആവശ്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയിട്ട് അതിവിടെ ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടറും കൂടി ചേർന്നിട്ട് നീളത്തിലുള്ള കെട്ടിനാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. പക്ഷേ അത് പോരാ. ഇവിടെ പുളിമുട്ടിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനം നടത്താനുള്ള എല്ലാ കരകളും ഇവിടെ വരാൻ സാധ്യത ഉണ്ടാവും എന്നാണ് ഉറപ്പിച്ച് പറയുന്നത്. അതാണ് അവിടെ കല്ലിറക്കി വെച്ചിരിക്കുന്നില്ലേ? കല്ലിറക്കി വെച്ചിരിക്കുന്നത് നീളത്തിലുള്ള കെട്ടിനാണ്, പുളിമുട്ടിനല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക്, അതായത് തീരദേശത്ത് താമസിക്കുന്ന ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ കൊടും വറുതിയിലാണ്. ഞങ്ങളെ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. ഹാർബറിലുള്ള ആളുകൾക്ക് വലിയ പ്രസ്ഥാനങ്ങൾ മാത്രമേ അവിടെ നടത്താൻ കഴിയുന്നുള്ളൂ. ശരി, അവിടെ ഇപ്പോൾ നമ്മൾ മീനൊന്നും പിടിക്കാൻ നീ വലയിടാനൊന്നും പോകാറില്ലേ? ഇല്ല, വലയിടാൻ കഴിയില്ല. കാരണം അവിടുന്ന് കയറി വരാൻ കഴിയില്ല. അടിച്ച് തെറിപ്പിക്കും, കടൽ അടിച്ച് തെറിപ്പിക്കും. കാരണം കടൽ കല്ലും കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകില്ല. അപ്പം പണിക്ക് പോകത്തല്ല നല്ലത്. അപ്പോൾ ഇത് സർക്കാരിനെ അറിയിക്കേണ്ടതാണ്. സർക്കാർ കാണണം ഈ രംഗങ്ങൾ. കാരണം കെട്ടുമായിട്ട് മുട്ടി ഞങ്ങൾ നിരന്തരം പുളിമുട്ടിൻ്റെ ആവശ്യം പറഞ്ഞിട്ട് അവരത് കേൾക്കുന്നില്ല. അവരിപ്പോഴും കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് നീളം കെട്ട് കെട്ടാനാണ്.